എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 12 വാട്ടിൻ്റെ LED ബൾബ് നിർമ്മാണത്തെക്കുറിച്ചിട്ടാണ്. 12 വാട്ടിൻ്റെ LED ബൾബിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അത് എവിടെ നിന്നാണ് കിട്ടുക, എവിടെയൊക്കെയാണ് നമ്മൾ സോൾഡർ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. 12 വാട്ടിൻ്റെ LED ബൾബിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ഹൗസിംഗ് ആണ്. അപ്പോൾ നോക്കൂ, ഈ ഹൗസിംഗ് കണ്ടാൽ അറിയാം, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹൗസിംഗ് ആണ്. ഇതിനുള്ളിൽ അലുമിനിയം കോട്ടിംഗ് ഉണ്ട്, നല്ല ബലമുണ്ട്. പിന്നെ അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ 9 വാട്ട് ബൾബിനേക്കാളും കുറച്ചും കൂടി വലിയ ഒരു ഹൗസിംഗ് ഉള്ള ഒരു ബൾബാണത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ബൾബിൻ്റെ ഹൗസിംഗ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഇതാണ് അതിൻ്റെ ഡിഫ്യൂസർ. അപ്പോൾ നമുക്കറിയാം, സാധാരണ ബൾബിൻ്റെ ഡിഫ്യൂസർ പോലെ തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു 9 വാട്ടിനേക്കാളും കുറച്ചും കൂടി വലിപ്പം കൂടിയിട്ടുള്ള ഒരു ഡിഫ്യൂസറാണിത് വരിക. ഓക്കെ, അതുപോലെ തന്നെ ഇതതിൻ്റെ ഹീറ്റ് സിങ്ക് ആണ്. നോക്കൂ, നല്ല കട്ടിയുള്ള ഒരു ഹീറ്റ് സിങ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം 12 വാട്ട് ആയതുകൊണ്ട് ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഹീറ്റ് നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹീറ്റ് സിങ്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഹീറ്റ് സിങ്കും ഇതിനുള്ള അലുമിനിയം കോട്ടിങ് കൂടി ആകുമ്പോൾ നമുക്ക് ഹീറ്റ് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഹീറ്റ് പരമാവധി ഒഴിവാക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബൾബിന് ലൈഫ് കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ DOB, ഇവിടെ നമ്മൾ DOB ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇതതിൻ്റെ DOB ടൈപ്പ് നല്ല ക്വാളിറ്റിയുള്ള ഒരു DOB ആണ്. അത്യാവശ്യം ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു DOB ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിന് ലൈഫ് എത്ര കാലം നമുക്ക് കൊടുക്കുക എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം DOB ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഗ്യാരൻറ്റി കൊടുക്കുന്ന സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ചിലപ്പോൾ അത് കുറേ കാലം നിൽക്കും, ചിലപ്പോൾ ഒരു കൊല്ലമൊക്കെ ആകുമ്പോൾ കേട് വരാനും സാധ്യതയുണ്ട്. ഇത് ആൽഫ ടൈപ്പ് DOB ആണ്. ഇപ്പോൾ DOBയിൽ കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു ടൈപ്പാണ് ആൽഫ ടൈപ്പ് DOB. ഓക്കെ, അതുപോലെ തന്നെ ഇതതിൻ്റെ ക്യാപ്പാണ്, B22 ക്യാപ്പാണ്. അലുമിനിയം ക്യാപ്പ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള നിക്കൽ കോട്ടിങ്ങുള്ള ക്യാപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു 12 വാട്ട് LED ബൾബിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇതിൻ്റെ പാക്കിംഗ് ബോക്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല. കാരണം ഇതിൻ്റെ ഈ ബൾബിൻ്റെ സൈസ് ഒരു മീഡിയം ആയതുകൊണ്ട് അത് അനുയോജ്യമായിട്ടുള്ള പാക്കിംഗ് ബോക്സ് കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പാക്കിംഗ് ബോക്സ് ഇല്ല, ബാക്കിയുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ മെറ്റീരിയൽസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് കൊറിയറായിട്ട് അയച്ചു തരും. ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുക്കാം. അപ്പോൾ വിളിക്കുന്ന ആളുകൾ പരമാവധി വൈകുന്നേര സമയങ്ങളൊക്കെ വിളിച്ചാൽ സൗകര്യമായിരുന്നു. അതേപോലെ തന്നെ വാട്സപ്പ് കൂടെ നമ്മൾ വോയിസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റീപ്ലൈ ചെയ്യാനും സൗകര്യമാണ്. ഇനി നമ്മൾ ഈ ബൾബ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബൾബ് ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ ഈ ഒരു ഹീറ്റ് സിങ്കിലേക്ക് നമ്മൾ ഇത് നന്നായിട്ട് ഉറപ്പിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ DOBയിൽ ഇത് ഉറപ്പിക്കാനുള്ള ഹോൾസ് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട്. അപ്പോൾ അത് പ്രത്യേകം പറയുകയാണ്. കാരണം ഇതിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാനുള്ള ഹോൾസ് ഇതിലില്ല. ഇപ്പോൾ സാധാരണ 9 വാട്ടിൻ്റെ ബൾബിലൊക്കെ അങ്ങനെ 2 സ്ക്രൂ ഇടാനുള്ള ഹോൾസ് കാണാറുണ്ട്. അപ്പോൾ ഇതിൽ ആ ഹോൾസ് ആയിട്ട് വരുന്നില്ല, ഇതിൽ ഹോൾസ് ഇല്ലാത്തതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് കൊണ്ട് തന്നെ ഒട്ടിച്ച് വെക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ഓർമ്മിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ എന്താണ്, സിലിക്കൺ പേസ്റ്റ് അല്ലെങ്കിൽ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് തേച്ചതിന് ശേഷം ഇതിലേക്ക് കറക്റ്റായിട്ട് ഇവിടെ ഒട്ടിച്ച് വെക്കണം. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ സെൻറ്ററത്തെ ഹോൾ നമ്മൾ കൃത്യമായിട്ട് കാണുന്ന രീതിയിൽ വേണം. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. അതിനുശേഷം നമ്മൾ നോക്കൂ, ഈ ഒരു വയറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഈ ബോർഡിൽ നോക്കിയാൽ ഇവിടെ 2 കണക്ഷൻസ് ഉണ്ട്. N എന്ന് പറഞ്ഞൊരു ഭാഗം കാണാൻ പറ്റും, അതേപോലെ തന്നെ L എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ലൈന് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു വയറ് നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 പോയിന്റിൽ ഇവിടെ L-ഉം N-ഉം കാണുന്ന 2 പോയിന്റ് ഉണ്ട്, അവിടെ നമ്മൾ കൃത്യമായിട്ട് സോൾഡർ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, സോൾഡർ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ വയറ് ഇതേപോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളത് വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു പ്രസ്സിംഗ് മെഷീൻ ഉപയോഗിച്ച് നമുക്കൊന്നുകൊണ്ട് അമർത്തി കഴിഞ്ഞാൽ ഈ ഹീറ്റ് സിങ്ക് അതിലേക്ക് ഇറങ്ങിയിരിക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ക്യാപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ 2 വയർ ഇതിലൂടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ 2 ഭാഗത്ത് സോൾഡർ ചെയ്യുക. പഞ്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഗം ഇട്ട് കൊടുത്താലും മതി, നിൽക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ബൾബ് മേക്കിൻ്റെ. വളരെ സിമ്പിളാണ്. 4 ഭാഗത്ത് സോൾഡർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, 4 പോയിന്റ് സോൾഡർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇതിനിപ്പോൾ കൂടുതലായിട്ടും ഇലക്ട്രോണിക്സ് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ എന്താണ്, സോൾഡർ ചെയ്യാൻ അറിഞ്ഞാൽ മതി. നമ്മുടെ കയ്യിൽ 25 വാട്ടിൻ്റെ സോൾഡർ ഇങ്ങനെ ഉണ്ടായാൽ മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിനിടയ്ക്ക് നമ്മൾ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് തേക്കണം, അത് മറക്കരുത്. അതില്ലെങ്കിൽ ബൾബിൻ്റെ ലൈഫ് കുറയും, ചൂടായിട്ട് പെട്ടെന്ന് ബോർഡ് കംപ്ലൈൻറ്റ് വരും. ഓക്കെ, പിന്നെ ഈ ബൾബിൻ്റെ കിറ്റ് പറയുമ്പോൾ അതിൽ എന്ത് ചെയ്യില്ല, ഇപ്പോൾ ഈ പറഞ്ഞ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരിക്കും. അതായത് ഈ വയർ ഉണ്ടായിരിക്കും,
ഈ DOB ടൈപ്പ് പാനൽ ഉണ്ടായിരിക്കും, ഹീറ്റ് സിങ്ക് ഉണ്ടായിരിക്കും, പിന്നെ ഹൗസിങ്, അതുപോലെ തന്നെ അതിൻ്റെ ക്യാപ്പ്. ഇത്രയും ഭാഗങ്ങളാണ് ഇതിലുണ്ടാവുക. ഇതിൽ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഇതിനോട് കൂടെ കിറ്റിൽ വരില്ല. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ സ്ക്രൂ ചെയ്യാനുള്ള ഹോൾസ് ഈ ബോർഡിലില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ സ്ക്രൂ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ബൾബിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഇതിൻ്റെ മെറ്റീരിയൽസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ബൾബിൻ്റെ LED ബൾബിൻ്റെ പല ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട്. ഇൻവെർട്ടർ ബൾബിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട്. അത് 2 ടൈപ്പ് ഉണ്ട്. ഡ്രൈവർ ടൈപ്പും ഉണ്ട്, DOB ടൈപ്പും ഉണ്ട്. അപ്പോൾ 2 ടൈപ്പിൻ്റെയും റോ മെറ്റീരിയൽസ് ഉണ്ട്. അതിനൊക്കെ പാക്കിംഗ് ബോക്സ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ 9 വാട്ടിൻ്റെ 2-3 ടൈപ്പ് ബൾബിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പാക്കിംഗ് ബോക്സ് ഉണ്ട്. ഈ 12 വാട്ടിന് മാത്രമാണ് പാക്കിംഗ് ബോക്സ് വരാത്തുള്ളൂ. അതുപോലെ തന്നെ 30 വാട്ടിൻ്റെ ഹൈ പവറുള്ള LED ബൾബുകളുണ്ട്. അതിൻ്റെയും റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഏതിൻ്റെങ്കിലും റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ടവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേമാതിരി തന്നെ ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നമുക്ക് ഇനിയും നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.